ഇളനീർ ചോദിച്ചു വാങ്ങിയ ഗുരുവായൂരപ്പന്റെ കഥ നോക്കാം. അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈഴവരടക്കമുള്ള താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ക്ഷേത്ര പരിസരത്തിലൂടെ നടക്കുവാൻ പോലും അവർക്ക് അധികാരമുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിനടുത്തുള്ള മഞ്ചുളാൽ വരെയേ അവർക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു പ്രത്യേക സ്ഥാനത്തിന് തീയരമ്പലം എന്ന് പേരിട്ട് വന്നിരുന്നു. എല്ലാവർക്കും ഗുരുവായൂർ ദർശനത്തിനുള്ള അനുമതി ലഭിച്ചതിനു ശേഷം അത് പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നും അതിന്റെ സ്മരണയ്ക്കായി ഒരു കൽവിളക്ക് അവിടെ കാണാം. ഗുരുവായൂരിനടുത്ത് കിട്ട എന്നു പേരുള്ള ഒരു കള്ളുചെത്തുകാരൻ താമസിച്ചിരുന്നു. ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കള്ളുചെത്തി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു കിട്ട. തനിക്ക് ഗുരുവായൂർ ദർശനത്തിന് അർഹത ഇല്ലാത്തതിനാൽ അദ്ദേഹം വളരെയേറെ ദുഃഖിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് 6 അടിയിലധികം ഉയരത്തോടും കറുത്ത സുന്ദരമായ ശരീരത്തോടും കൂടി ഒരു യുവാവ് കിട്ടയുടെ വീട്ടിലേക്ക് വന്ന് തനിക്ക് അതിയായ ദാഹമുണ്ടെന്നും അതിനാൽ ഒരു ഇളനീർ വേണം, താൻ അല്പം ധൃതിയിലാണെന്നും ഉടനെ ഒരു ഇളനീർ ആറാട്ട് കടവിൽ എത്തിക്കണമെന്നും താൻ അവിടെ ഉണ്ടാകുമെന്നും അറിയിച്ചു. ഉടനെ കിട്ട തെങ്ങിൽ കയറി ഇളനീർ വെട്ടിക്കൊണ്ടു വരികയും വിവരങ്ങളെല്ലാം പറഞ്ഞ് ജന്മിയെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പന്റെ ആറാട്ട് ദിവസമായിരുന്നു അന്ന്. ജന്മി ഇളനീരുമായി ഉടൻ തന്നെ രുദ്രതീർത്ഥത്തിലെ ആറാട്ട് കടവിലേക്ക് തിരിച്ചു. മഞ്ജുളാൽ വരെ കിട്ട അദ്ദേഹത്തെ അനുഗമിച്ചു. ആ സമയത്താണ് തന്ത്രിക്കും മേൽശാന്തിക്കും ഒരു അരുളപ്പാടുണ്ടാവുന്നത്. കിട്ട ഇളനീരുമായി മഞ്ജുളാൽ തറയിലുണ്ടെന്നും ഉടനെ ചെന്ന് സ്വീകരിക്കണമെന്നുമായിരുന്നു അത്. തുടർന്ന് ഇരുവരും മഞ്ജുളാൽ തറയിലെത്തുകയും കിട്ടയിൽ നിന്ന് ഇളനീർ വാങ്ങുകയും ചെയ്തു. ആ ഇളനീര് കൊണ്ടാണ് ഭഗവാന് അഭിഷേകം നടത്തിയത്. തുടർന്ന് എല്ലാ വർഷവും കിട്ടയുടെ കുടുംബത്തിനാണ് ഇളനീർ കൊണ്ടുവരുവാനുള്ള അവകാശമെന്ന് തന്ത്രി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് തമ്പ്രാൻപടി കുടുംബക്കാർക്ക് ഇളനീർ കൊണ്ടുവരുവാനുള്ള അവകാശം ലഭിച്ചത്. ഇന്ന് ആ കുടുംബം അതിസമ്പന്നതയിലാണ് എങ്കിലും പരമ്പരാഗതമായ അവകാശം കുടുംബാംഗങ്ങൾ ഭംഗിയായി നിറവേറ്റിപ്പോരുന്നു. ഗുരുവായൂർ ആറാട്ട് ദിവസം ഇപ്പോഴും കിട്ടയുടെ കുടുംബക്കാർ കൊണ്ടുവരുന്ന ഇളനീർ ഭഗവാന് അഭിഷേകം ചെയ്തതിനു ശേഷമേ മറ്റുള്ളവ സ്വീകരിക്കാറുള്ളൂ. ഇരിങ്ങപ്പുറത്തു നിന്നുള്ള ഭക്തർ ആഘോഷപൂർവ്വമാണ് ഈ ഇളനീർ കാവടി ഗുരുവായൂരിലേക്ക് എത്തിക്കുന്നത്. ആറാട്ടിനോടനുബന്ധിച്ച് ഉത്സവ വിഗ്രഹത്തിൽ ഇളനീർ അഭിഷേകം നടത്തുന്നത് ഒരു ആചാരമാണ്. ആറാട്ട് കടവിൽ വിഗ്രഹം എത്തിച്ച് തന്ത്രിയുടെ നേതൃത്വത്തിൽ തീർത്ഥാവാഹനം നടത്തിയ ശേഷം വിഗ്രഹത്തിൽ ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നു. അതിനുശേഷമാണ് ആറാട്ട്. ജാതി മതഭേദമന്യേ ഭഗവാൻ തന്റെ ഭക്തന്റെ അർപ്പണബോധത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. തന്നെ വിശ്വസിക്കുന്ന ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഭഗവാൻ സഹായിക്കുന്നുവെന്ന് ഈ കഥ കാണിക്കുന്നു. ഇളനീർ എന്നതിലുപരി ഭഗവാന്റെ കരുണയുടെ പ്രതീകമായാണ് ഈ കഥയിൽ അത് വരുന്നത്.